വിഷന്റെ പുതിയ ഓഫീസുകളുടെ ഉദ്ഘാടനവും കുടുംബ സംഗമവും കൊല്ലത്ത് സംഘടിപ്പിച്ചു. വൈറ്റൽ ബ്രോഡ്ബാൻഡ് സൊല്യൂഷൻ സബ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെയും അനുബന്ധ സേവനങ്ങളുടെയും ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത്. വിഷന്റെ വിവിധ സേവന കേന്ദ്രങ്ങളുടെയും ഉപഭോക്തൃ പദ്ധതികളുടെയും ഉദ്ഘാടനമാണ് കൊല്ലത്ത് നടന്നത്. വൈറ്റൽ ബ്രോഡ്ബാൻഡ് സൊല്യൂഷൻസ് സബ് ഡിസ്ട്രിബ്യൂഷന്റെ ഉദ്ഘാടനം പുനലൂർ MLA സി അജയ് പ്രസാദ് നിർവഹിച്ചു. വൈറ്റൽ ബ്രോഡ്ബാൻഡ് സൊല്യൂഷൻസ് ചെയർമാൻ കുര്യാക്കോസ് വൈദ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ N ചന്ദ്രബാബു സ്വാഗതം ആശംസിച്ചു. എല്ലാം കിട്ടി, എല്ലാ അംഗീകാരവും കിട്ടി, എല്ലാം സൗഭാഗ്യം കിട്ടിയെന്ന് മാറി നിൽക്കുകയാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ പറയുന്ന അഞ്ചൽ മേഖല ഓപ്പറേറ്റർമാർ ഒന്ന് ചിന്തിച്ചോളൂ. സംഘടന ഇടപെടും. കൂടെ നിരൂപിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും രാജീവേട്ടൻ നടന്ന ഈ മണ്ണിൽ ഇത്രയും വലിയൊരു സംവിധാനം അടുത്തുയർത്തിയതിനകത്ത് എല്ലാവിധ ആശംസകളും നമ്മോട് നിർത്തുന്നു. അഞ്ചൽ COA ഭവന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി PB സുരേഷുമാണ് നിർവഹിച്ചത്. നമ്മളെ പോലൊരു സംഘടനയ്ക്ക് പൊതുവെ അംഗബലം കുറവുള്ള ഒരു സംഘടനയെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങി ഒരു ഓഫീസ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ ചെറിയ അധ്വാനം പോരാ. അതിന്റെ പുറകിൽ സമർപ്പിതമായ ഒരു പ്രയത്നം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വ്യത്യസ്ത ചിന്താധാരയിലുള്ള, വ്യത്യസ്ത ആശയഗതികളുള്ള, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഓഫീസ് നമ്മൾ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ എത്രത്തോളം അധ്വാനം ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 100-ൽ പരം പ്രാദേശിക ചാനലുകൾ നമുക്ക് സംസ്ഥാന വ്യാപകമായുണ്ട്. കേരള വിഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ചാനൽ നമ്മളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇപ്പോൾ ടൂറിസം മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അങ്ങനെ നമ്മളുടെ ബിസിനസിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഓഫീസ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി, ഒരു സബ് ഓഫീസായി മാറുകയാണ്. ഒരു സോണൽ ഓഫീസായി ഇതൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. സപ്പോർട്ടിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്തും സാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിളിയും നിർവഹിച്ചു. ഏകദേശം 2001 കാലയളവിൽ അഞ്ചൽ മേഖലയിൽ ഒരു സംഘടനയുടെ ഭാഗമായി അഞ്ചൽ മേഖല കമ്മിറ്റി രൂപീകരിക്കുകയും സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയും വന്ന ബിസിനസ്സിലുള്ള മാറ്റങ്ങളും ഹെഡ്ബന്റുകളിലുള്ള വളർച്ചയും പലപ്പോഴും ഈ സംഘടനാ പ്രവർത്തനങ്ങളിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ബ്രോഡ് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഒരു 17 പേരുള്ള മേഖലയിൽ അവസാനം 8 പേരായി ചുരുങ്ങുകയും ഈ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നു. ഈ പട്ടണത്തിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും ഏറ്റവും മികച്ച സേവനം നൽകാൻ വേണ്ടി ഇവിടെ കഴിയട്ടെ എന്ന്, ഇതിന്റെ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേരെയും കേരള വിഷന് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തു. സൗത്ത് സ്റ്റോറിന്റെ അഞ്ചൽ ബ്രാഞ്ച് ഉദ്ഘാടനം COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിലും കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസുമാണ് നിർവഹിച്ചത്. രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. വൻകിട കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ മത്സരിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മാതൃകയാവുന്ന രീതിയിലേക്കാണ് ഒരു വലിയ വളർച്ച. മറ്റുള്ളവർക്ക് കഴിയാതിരുന്ന ഈ നാട്ടിലെ വ്യത്യസ്തങ്ങളായ ചെറുകിട കച്ചവട മേഖലകളൊക്കെ വൻകിട കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ പരിപൂർണമായും ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു ചെറു സമൂഹം വൻകിട കമ്പനികളെ തോൽപ്പിച്ച് ഈ വ്യവസായത്തിൽ വിജയക്കൊടി പാലിച്ചവരാണ് എന്നുള്ള അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് ഇന്ന് നമ്മുടെ കമ്പനിക്ക് ഒരു ആസ്ഥാന മന്ദിരമുണ്ടായി. സാധാരണക്കാരനൊന്നും കച്ചവടമൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്യും, നിങ്ങൾ ഞങ്ങളുടെ ജോലിക്കാരായോ വിതരണക്കാരായോ ജീവിച്ചു കൊള്ളണം എന്ന തിട്ടൂരം ഇറക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന എല്ലാ കുത്തകകളെയും, ആഗോള കുത്തകകളെയും, അതിനപ്പുറം നമ്മുടെ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന കുത്തകകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് നാം ഇന്ന് ഈ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയായിട്ടുള്ളത്. തുടർന്ന് നടന്ന യോഗത്തിൽ COAയുടെയും കേരള വിഷന്റെയും വിവിധ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ആശംസ
അർപ്പിച്ച് സംസാരിച്ചു. ഡയറക്ടർ സജീവ് നന്ദി പറഞ്ഞ ചടങ്ങിനോടനുബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.